ഈ രാത്രിയും നമുക്കാവശ്യമായ ആത്മീക ഭോജനത്തെ ദാനമായി നൽകുവാൻ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരൻ ജയ്ധരൻ അവരുകളെ വിനയത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യൗവനക്കാരുടെ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിൽ നാം വന്നിരിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സുജിൻ അച്ഛൻ, CYF-ൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ചർച്ചിൻ്റെ കമ്മിറ്റി നേതാക്കന്മാർക്കും കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആദ്യ രാത്രിയും ഇന്നലെയും ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ കൺവെൻഷൻ ഒരു തുടർമാനമായൊരു ധ്യാനമാണ്. യോഹന്നാൻ 14:6 ആസ്പദമാക്കി നമ്മുടെ കുറിവാക്യം, അതിൻ്റെ ഒരു തുടർമാനമായൊരു ധ്യാനമാണ്. എല്ലാ രാത്രിയും വന്ന് സംബന്ധിച്ചവർക്ക് അതറിയാം. എങ്കിലും വരാൻ കഴിയാത്തവർക്കായിട്ട് രത്നചുരുക്കത്തിൽ നാം ഇതുവരെ കണ്ട കാര്യം ഒന്ന് ഓടിച്ചു പറയട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14:6 കർത്താവ് പറയുന്നത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും കഴിയില്ല. നാം അപ്പോൾ ഈ ഓരോ വിശേഷണങ്ങളും ഓരോ രാത്രിയായിട്ട് എടുത്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് വഴി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ധ്യാനിക്കുവാൻ ചിന്തിച്ചു, എവിടേക്കുള്ള വഴിയാണ്? പിതാവിലേക്കുള്ള വഴി. സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാളും പിതാവെന്ന് പറയുന്നൊരു വ്യക്തിയിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ രാത്രി പിതാവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ സമയമെടുത്തു. പ്രായോഗിക ജീവിതത്തിൽ പിതാവുമായിട്ട് ശരിക്കും വ്യക്തിപരമായി ബന്ധമുണ്ടെങ്കിൽ അതെങ്ങനെ വെളിപ്പെട്ടു വരും? ഉപദേശപരമായ കാര്യങ്ങൾ ചിന്തിക്കുവാനല്ല നാം ഇന്ന് ഈ കൺവെൻഷന് കടന്നു വന്നിരിക്കുന്നത്. ഉപദേശം പറയുന്നുണ്ടെങ്കിലും കാതലായ വിഷയം പ്രായോഗിക തലത്തിൽ വ്യക്തിബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ തിരുവചനം പറയുന്ന പോലത്തെ തെളിവുകൾ ഉണ്ടോ ഇല്ലേ എന്ന് ശോധന ചെയ്യുവാനായിട്ടാണ് നാം ഈ കൺവെൻഷന് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ രാത്രി നാം കണ്ടു, യേശു ക്രിസ്തു പിതാവിലേക്കുള്ള വഴിയാകുന്നു. യോഹന്നാൻ 17:23 നിന്ന് നമ്മൾ പഠിച്ചു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ അതേ സ്നേഹം, ആ അളവിലുള്ള സ്നേഹം പിതാവിന് ക്രിസ്തുവേശുവിലുള്ള എല്ലാ ദൈവ മക്കളോടും ഉണ്ട്. അങ്ങനെ പിതാവാകുന്ന ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ്റെ നിർവചനമെന്ന് യോഹന്നാൻ 17:3 നിന്ന് നാം കണ്ടു. ഇന്നലെ നാം കണ്ടു, സത്യം എന്ന് പറയുമ്പോൾ അതൊരു വസ്തുതകളെക്കാളും അല്ലെങ്കിൽ ഒരു ആശയത്തെക്കാളും സത്യം, യേശുക്രിസ്തു പറയാണ്, ഞാൻ തന്നെയാണ് സത്യം. അപ്പോൾ നമ്മൾ കണ്ടു, സത്യത്തിൻ്റെ മൂർത്തീഭാവം യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് സത്യം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഉപദേശം അറിയാമോ, വാക്യങ്ങൾ അറിയാമോ, വസ്തുതകൾ അറിയാമോ എന്നതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് യേശുക്രിസ്തു എന്ന വ്യക്തിയെ അറിയാമോ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശുക്രിസ്തു പുത്രനായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15:9 നിന്ന് നമ്മൾ ധ്യാനിക്കുവാനിടയായി. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ പുത്രനുമായിട്ടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് ഇന്നലെ ചിന്തിക്കുവാനായിട്ടിടയായി. അവൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ, ആ സ്നേഹത്തിൽ വസിച്ച് ആ അനന്തമായ ത്രിയേക ദൈവം പങ്കിട്ടുകൊണ്ടിരുന്ന അനന്തമായ സ്നേഹവും പരിപൂർണമായ സന്തോഷവും യേശുക്രിസ്തുവിൽ വസിച്ചു നാം അനുഭവിക്കണമെങ്കിൽ എന്തു വേണം? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അവിടെയാണ് അനുസരണത്തിൻ്റെ പ്രസക്തി. ഇതെല്ലാം ഇന്നലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഒരു ബന്ധം വേണമെങ്കിൽ എന്തു വേണം? വചനവുമായിട്ടൊരു ബന്ധം വേണം. ഈ തെരുവെഴുത്തുകളുമായിട്ട്, കർത്താവിൻ്റെ കൽപ്പനകളുമായിട്ട് ബന്ധം വേണം. ഈ ബന്ധമൊന്നും, ഈ അനുസരണ ബന്ധമില്ലാത്തവർക്ക് വ്യക്തി ബന്ധമുണ്ടെന്ന് പറയുവാൻ സാധിക്കില്ല. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് മൂന്നാമത്തെ വിശദീകരണമാണ്, വിവരണമാണ്. കർത്താവ് പറയാണ്, ഞാൻ തന്നെയാണ്
ജീവൻ. ജീവൻ്റെ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. കർത്താവ് പറയാണ്, ഞാൻ തന്നെ, ഈ വ്യക്തി തന്നെയാണ് ജീവൻ. അപ്പോൾ എന്താണ് ഈ ജീവൻ എന്ന് നാം ചിന്തിക്കണം. തിരുവെഴുത്തുകളിലെ വാക്കുകൾ അത് നിർവചിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. കാരണം ഒരേ വാക്കിന് തന്നെ പല അർത്ഥതലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോകം, അല്ലേ, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാക്യം ഏതാണ്? യോഹന്നാൻ 3:16. ലോകത്തെ പിതാവ് സ്നേഹിച്ചു, അല്ലേ? അപ്പോൾ സ്നേഹിക്കുന്നതാണ് പിതാവ്, ദൈവം സ്നേഹിക്കുന്ന ഒരു കാര്യമാണ് ലോകം. എന്നാൽ 1 യോഹന്നാൻ 2 പോയാൽ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തെ പകയ്ക്കണം, അല്ലേ? അപ്പം ലോകത്തിന് അർത്ഥതലങ്ങളുണ്ട്. യോഹന്നാൻ 3:16 താഴ്ചയിലും വീഴ്ചയിലും പോയ തൻ്റെ സൃഷ്ടിയായ മനുഷ്യരാശി എന്നുള്ള അർത്ഥത്തിലാണ് പിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. എന്നാൽ 1 യോഹന്നാൻ 2 ആ ലോകത്തെക്കുറിച്ചല്ല പറയുന്നത്. മനുഷ്യരാശി എന്നുള്ള പൊതുവായുള്ള അർത്ഥത്തിലല്ല ലോകമെന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാപത്തിൽ വീണുപോയ മനുഷ്യ സമൂഹം വെച്ചു പൊറുപ്പിക്കുന്ന ഒരു സിസ്റ്റം. അതായത് ദൈവവചനത്തിനും ദൈവത്തിനും സ്ഥാനം കൊടുക്കാതെ പാപികൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ സിസ്റ്റം, ഈ സമ്പ്രദായത്തിനെയാണ് ലോകം എന്ന് പറയുന്നത്. അത് ദൈവരാജ്യത്തിന് വിപരീതമാണ്. അത് ദൈവമക്കൾക്ക് ഒരു രീതിയിലും പങ്കാളിത്തം വഹിക്കുവാൻ കൊള്ളത്തില്ല. ലോകത്തെ പകയ്ക്കണം. ലോകത്തെ സ്നേഹിച്ചാൽ എന്താണത്? ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു. അപ്പോൾ ഒരേ വാക്കിന് പല അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ജീവൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചിന്തിക്കുന്നത്? നിത്യജീവൻ, അല്ലേ? ഞാൻ ജീവനാകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും നിത്യജീവൻ. പക്ഷേ നമ്മൾ നിത്യജീവൻ യോഹന്നാൻ്റെ സുവിശേഷം 17:3 നിന്ന് 1-ാമത്തെ രാത്രി തന്നെ കണ്ടു. നിത്യജീവൻ ദൈവത്തെ, പിതാവായ ദൈവത്തെ, സത്യദൈവത്തെ അറിയുന്നതാണ്. അതൊരു വ്യക്തി ബന്ധത്തെക്കുറിച്ചാണ് നിത്യജീവൻ എന്ന് പറഞ്ഞ കർത്താവ് തന്നെ. ഇത് വേറെ അപ്പോസ്തലനോ വേറെ ആരെങ്കിലും പറഞ്ഞല്ല, കർത്താവ് തന്നെ നിർവചിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ജീവൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നതിന് വേറൊരു അർത്ഥതലമുണ്ട്. അത് നമുക്ക് കർത്താവിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇന്ന് എടുത്തു വായിച്ച വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ തന്നെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 19-ാം വാക്യത്തിൻ്റെ അവസാനം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പോൾ അവിടെ അറിവെന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള വ്യക്തിബന്ധം എന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ വേറൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് നിമിത്തം നിങ്ങളും ജീവിക്കും. അപ്പോൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം കർത്താവിൽ വ്യാപരിക്കുന്ന ജീവൻ, അവനിൽ തുടിക്കുന്ന ജീവൻ അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നിട്ട് അവരും ജീവിക്കും. ലൈഫ് ഇൻ ദ സെൻസ് ഓഫ് വൈറ്റാലിറ്റി ആൻഡ് വിഗർ, അല്ലേ? ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഓജസ് എന്ന് പറയാം, അല്ലേ? ആ ജീവൻ, ആ തുടിക്കുന്ന ജീവൻ, വീര്യം, ചൈതന്യം, ഊർജ്ജസ്വലത, ഉയിർ, ഇങ്ങനെ പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രാണൻ, അല്ലെ, പ്രാണൻ്റെ ശക്തി, അവനിൽ വ്യാപരിച്ച ജീവൻ, അവൻ ശിഷ്യന്മാർക്ക് പങ്കുവെക്കും. ഇത് അടുത്ത അധ്യായത്തിൽ കർത്താവ് വളരെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 15 നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ എൻ്റെ കൊമ്പുമാകുന്നു, എന്നിൽ വസിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോൾ ആ അകത്തെ ആ സാപ്പ്, അല്ലേ, ആ എന്താ ഇനി പറയുന്നത്, ആ സ്രവം, ആ നീര്, അല്ലേ, ഈ വേരിൽ നിന്ന് വരുന്ന ആ ശക്തി, അല്ലേ, ആ ജീവൻ എല്ലാ കൊമ്പുകളിലേക്കും പോയി കൊമ്പിനൊക്കെ ഫലം പുറപ്പെടുവിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ കർത്താവിൽ വസിക്കുമ്പോൾ അവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ എന്ന ദൈവമായിട്ടുള്ള വ്യക്തിബന്ധത്തെക്കാളും ഇതൊരു ശക്തിയെക്കുറിച്ചാണ്, ഒരു ഓജസ്സിനെ കുറിച്ചാണ് ഇവിടെ കർത്താവ് ഞാൻ ജീവനാണെന്ന് പറയുമ്പോൾ ഇതേ അധ്യായത്തിൽ തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ അപ്പോസ്തലന്മാരോടിത് പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷമായി പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോസ്തലന്മാർ രക്ഷിക്കപ്പെടുവാനിരിക്കുകയല്ല, അവർ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ശിഷ്യന്മാരായി കഴിഞ്ഞവരാണ്. അപ്പോൾ പിന്നെ കർത്താവ് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ജീവിക്കാൻ നിങ്ങളും ജീവിക്കും? അപ്പോൾ ഇത് വരുവാനിരിക്കുന്ന എന്തോ ഒരു പുതുജീവനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് ജീവനാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ അർത്ഥം, ആ
ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിലാക്കണം. അവനിൽ വ്യാപരിച്ച ജീവൻ. അപ്പോൾ അത് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്. റോമാലേഖനം 8-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു കൊള്ളട്ടെ. റോമാലേഖനം 8-ന്റെ 1-2. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ മലയാളം തർജ്ജിമ ചെയ്തിരിക്കുന്നതിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ഇതിൽ ഓർഡറെല്ലാം മാറ്റി ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. മലയാളം പലപ്പോഴും നമുക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ ഈ പ്രയാസം വരാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അത് പെട്ടെന്ന് കേട്ടാൽ അങ്ങനെ മനസ്സിലാകത്തില്ല അല്ലേ? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്നാൽ ഇതിൻ്റെ മൂലഭാഷയിൽ, യവന ഭാഷയിൽ ഇതിൻ്റെ ഓർഡർ വളരെ ക്ലിയറാണ്. യവന ഭാഷയെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൻ്റെ പ്രമാണമാകുന്ന ക്രിസ്തേശുവിലുള്ള ജീവൻ. കേട്ടോ? ആത്മാവിൻ്റെ പ്രമാണമാകുന്ന ക്രിസ്തേശുവിലുള്ള ജീവൻ എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചേ, ആത്മാവിന് ഒരു പ്രമാണമുണ്ട്, ഒരു നിയമം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിയമം തന്നെയാണ്. ആത്മാവിനൊരു പ്രമാണമുണ്ട്, പരിശുദ്ധാത്മാവിനൊരു പ്രമാണമുണ്ട്, ഒരു നിയമമുണ്ട്. പക്ഷെ അത് നിയമം എന്ന് പറയുമ്പോൾ എഴുതി വെക്കാൻ പറ്റുന്ന കുറേ ചട്ടം അല്ല, 1, 2, 3, 4 കൽപ്പനകളുടെ ഒരു ലിസ്റ്റല്ല. ആത്മാവിൻ്റെ പ്രമാണം ക്രിസ്തേശുവിലുള്ള ഒരു ജീവനാണ്. ഇറ്റ്സ് എ ലൈഫ് വിച്ച് ഹി ഇംപാർട്ട്സ് ടു അസ്. അതേത് ജീവനാണ്? ക്രിസ്തേശുവിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ജീവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആക്കിത്തരും. ആ ചൈതന്യം, ആ വീര്യം, ആ ശക്തി. അതുകൊണ്ടാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ വചനം കേട്ടവർക്കറിയാം. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ കഴിഞ്ഞ 2 രാത്രിയിലെയും പല മെസ്സേജിൻ്റെ പല കാര്യങ്ങളും ഇന്നാണ് അതിൻ്റെ ചുരുളെല്ലാം അഴിഞ്ഞ് ഒരു പൂർത്തീകരണത്തിലേക്ക് നാം കടന്നു വരുന്നത്. ഇത് കഴിഞ്ഞ 2 രാത്രിയും പല കാര്യങ്ങളും പറഞ്ഞങ്ങ് പോയി. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇന്നാണ് പല കാര്യങ്ങളും വളരെ വ്യക്തമാക്കി നമുക്ക് ധ്യാനിക്കുവാൻ പറ്റുന്നത്. അതിൽ ഈ സത്യം എങ്ങനെ സ്വതന്ത്രമാക്കുന്നേ? സത്യം തലച്ചോറിൽ മനസ്സിലായ പോരാ. എങ്ങനെ സത്യം സ്വതന്ത്രമാക്കുന്നത്? ഈ സത്യം എന്ന് പറയുന്ന ക്രിസ്തേശു എന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്ന ജീവൻ പരിശുദ്ധാത്മാവെടുത്ത് എനിക്കും നിങ്ങൾക്കും തരും. ആ ജീവൻ എന്നിൽ വ്യാപരിക്കുമെങ്കിൽ എനിക്ക് കർത്താവിനെ പോലെ നടക്കുവാൻ കഴിയും. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ച് കൊമ്പായി, മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പായി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൻ്റെ പ്രമാണമായ ക്രിസ്തേശുവിലുള്ള ജീവൻ എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കുന്നു. പല ഇംഗ്ലീഷ് ബൈബിളിലും അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ദ ലോ of the spirit of life in Christ Jesus has set me free from the law of sin and death. എന്നോട് ചേർന്ന് പറഞ്ഞു കൊള്ളട്ടെ, ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വസ്തുത ഒരു പ്രമാണമാണ്, ഒരു നിയമമാണ്. അതായത് താഴ്ചയിൽ വീണുപോയ മനുഷ്യരാശിയിലുള്ള എല്ലാ മനുഷ്യരിലും ഒരു പ്രമാണം വ്യാപരിക്കുന്നുണ്ട്. അവർ പാപം ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തവർക്ക് പാപം ചെയ്യലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും നിർത്താനൊന്നും പറ്റത്തില്ല. ക്രിസ്തേശുവിൽ ഒരു വ്യക്തി കടന്നു വരാതെ പാപത്തിൻ്റെ മേൽ ഒരു ജയവും കൊണ്ടാടുവാൻ കഴിയത്തില്ല. ചില പാപപ്രവർത്തികളൊക്കെ നിർത്താൻ പറ്റുമായിരിക്കും ചിലപ്പം, പുറമേയുള്ള ഹാബിറ്റ്സ്. പക്ഷെ അകത്തെ പാപം, അകത്തെ മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പ് ഒരു രീതിയിലും മാറ്റാൻ കഴിയത്തില്ല. ഈ രാശിയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന എന്താ പറയുക, ഒരു രോഗം പോലാണ് ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം. അത് ഇപ്പോൾ എന്താ പറയുക, ഒരു പ്രകൃതി നിയമം എന്നൊക്കെ പറയാം അല്ലേ? ഗുരുത്വാകർഷണം. എന്തെടുത്ത് മേളിലോട്ട് എറിഞ്ഞാലും മേളിലോട്ട് പോകത്തില്ല, താഴോട്ടെ വീഴത്തുള്ളെന്ന് പറയുന്നത് പോലെ താഴ്ചയിൽ വീണുപോയ മനുഷ്യരാശിയിലുള്ള എല്ലാ വ്യക്തികളും പാപത്തിൽ ജനിച്ച് പാപം ചെയ്യുവാൻ തന്നെ അവരുടെ പ്രകൃതമേ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ട് രക്ഷിക്കപ്പെടുവാൻ പറ്റത്തില്ല.
എത്ര 10 കൽപ്പനയല്ല 500 കൽപ്പന എടുത്ത് തന്നാലും അതൊന്നും പരിപൂർണമായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. പാപം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മനുഷ്യന് ബാഹ്യമായ ഒരു രക്ഷകൻ വേണം. സ്വയമേ പ്രവൃത്തികൾ കൊണ്ട്, കാഴ്ചകൾ കൊണ്ട്, നേർച്ചകൾ കൊണ്ടൊന്നും രക്ഷ ലഭിക്കുകയില്ല. സ്വയപ്രവൃത്തിയിൽ രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു പ്രമാണം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, എൻ്റെ കൂടെ വാ, ഒരു 3 മാസം ഞാൻ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെറസിൻ്റെ മണ്ടേ കയറിയിട്ട് പറക്കാൻ പറ്റും. ഒരു 5000 രൂപ തരണം. നിങ്ങൾ പറയും പുതിയ കബളിപ്പിക്കലുമായിട്ട് ഒരുത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? പറക്കാൻ പറ്റാ. മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്, പറക്കാൻ പറ്റത്തില്ല. എനിക്ക് ചിറകുകളില്ല. ഇനി എത്ര 3 വർഷമായാലും ക്ലാസ് എടുത്താൽ നടക്കത്തില്ല. അതൊക്കെ പൊട്ടത്തരമാണ് എന്ന് പറയുന്നത് പോലെയാണ്. ചിറകില്ലാത്ത മനുഷ്യൻ പറക്കുമെന്ന് പറയുന്നത് പോലെയാണ് പാപത്തിൻ്റെ താഴ്ചയിൽ വീണുപോയ ആദാമിൻ്റെ എല്ലാ മക്കളും പാപം ചെയ്യുവാൻ അവരുടെ ജഡത്തിൽ വ്യാപരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. അതുകൊണ്ട് സ്വന്തമായിട്ട് ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് ബാഹ്യമായ ഒരു രക്ഷകൻ വേണ്ടത്. പക്ഷെ ആ രക്ഷകൻ എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്? പാപത്തിന്, ഇന്നലെ ഞാൻ 1 പത്രോസിൽ നിന്ന് കാണിച്ചു, പാപത്തിൻ്റെ ശമ്പളം മരണം, അതവൻ ക്രൂശിൽ മരിച്ചു നീക്കി. പാപത്തിൻ്റെ ക്ഷമ ലഭിക്കുവാൻ, പാപക്ഷമ ലഭിക്കുവാൻ അവൻ തന്നെ യാഗമായി തീർന്നു. പാപക്ഷമ മാത്രം പോരാ, നമുക്ക് നീതീകരണം വേണം. ദൈവവുമായിട്ടൊരു നീതിമാനെന്ന പോലെ നിന്ന് ഇടപെടുവാൻ കഴിയണം. അതുകൊണ്ട് അവൻ നമ്മെ നീതീകരിച്ചു. ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് കടമായി തന്നു. അപ്പോൾ നമുക്ക് പാപക്ഷമ ലഭിച്ചു. നീതിമാനെ പോലെ കർത്താവിൽ എനിക്ക് ഇടപെടുവാൻ കഴിയും. ഇനി 3ാമത്, വിശുദ്ധ ജീവിതം എങ്ങനെ ജീവിക്കാൻ പറ്റും? പാപം ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കും? അവൻ്റെ ജീവൻ എനിക്ക് നൽകും. കർത്താവിൻ്റെ കണ്ണിനെയും കൈയിനെയും ചലിപ്പിച്ച ജീവൻ എൻ്റെ ഉള്ളിൽ വന്ന് എൻ്റെ കൈയെയും എൻ്റെ കണ്ണിനെയും എൻ്റെ നാവിനെയും ചലിപ്പിച്ചാൽ ഞാൻ പാപം ചെയ്യുമോ? ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൻ്റെ പ്രമാണമായ ക്രിസ്തയേശുവിലുള്ള ജീവൻ എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇത് പല വേദഭാഗത്തിലും കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 56-ഉം 57-ഉം ഒന്ന് വായിച്ചോളട്ടെ. അവിടെ കർത്താവ് പറയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? എന്നിൽ വിശ്വസിക്കുന്നവൻ, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ യാത്ര ഈ ഒരൊറ്റ വിശദീകരണത്തിൽ നമുക്ക് ഉപസംഹരിച്ച് പറയാം. അതായത് ഇത്രയേ ഉള്ളൂ ക്രിസ്തീയ ജീവിതം. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. ഞാൻ അവനിലും എന്ന് പറയുന്നതാണ് എൻ്റെ നീതീകരണം. എന്നെ പിതാവ് നോക്കുന്നത് എൻ്റെ പ്രവൃത്തി, എൻ്റെ പാപം അതൊന്നും നോക്കിയല്ല. ഞാൻ ക്രിസ്തുവിലാണ്. ഇന്നലെ പറഞ്ഞ ഉദാഹരണം, ഒരു പെൺകുട്ടി ഒരു പയ്യനെ കല്യാണം കഴിച്ച് ഒരു നല്ല കുടുംബത്തിൽ പോയാൽ ആ പുത്രനോടുള്ള സ്നേഹം നിമിത്തം ഈ പെൺകുട്ടിക്കും അതേ സ്നേഹവും സ്ഥാനവും ലഭിക്കും എന്ന് പറയുന്നത് പോലെ നമ്മളെ രക്ഷിച്ച് കർത്താവിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവിനുള്ള സ്ഥാനവും സ്നേഹവും ഈ കുടുംബത്തിൽ നമുക്ക് പിതാവിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഞാൻ അവനിലാണെന്ന് പറയുമ്പോൾ എൻ്റെ നീതീകരണം. ഇനി അവൻ എന്നിലാണെന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ശുദ്ധീകരണം. അവൻ്റെ സ്വഭാവം അവൻ്റെ ജീവനിലൂടെ എന്നിൽ വെളിപ്പെട്ടുകൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ അവനിലിരിക്കുന്നതാണ് എൻ്റെ നീതീകരണം. അതാണ് എൻ്റെ സുരക്ഷിതത്വം. എൻ്റെ പ്രവൃത്തിയാലല്ല എൻ്റെ രക്ഷ. അതുകൊണ്ട് തന്നെ രക്ഷ സുനിശ്ചിതം. എന്നാൽ എൻ്റെ മഹത്വീകരണം, എൻ്റെ ശുദ്ധീകരണം, ഈ ഓൺഗോയിങ് പ്രോസസ് ഓഫ് സാൽവേഷൻ ഇസ് ബിക്കോസ് ജീസസ് ഈസ് ഇൻ മീ. അല്ലേ? അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ന്റെ അവസാനം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു.
അതും മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രയാസമാണ്. അത് മലയാളത്തിൻ്റെ കുഴപ്പമില്ല. ഈ ഗ്രീക്ക് ഭാഷ ഇങ്ങനെയാണ്. ഗ്രീക്ക് ഭാഷ ഒരുപാട് ഈ കുറേ ക്ലോസസ്, അത് പ്രത്യേകിച്ച് പൗലോസിൻ്റെയൊക്കെ എഴുത്തെന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല, അങ്ങനെ അങ്ങ് പോകും അല്ലേ. എഫീഷ്യ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 14 വാക്യങ്ങൾ ഒരൊറ്റ സെൻറ്റൻസാണ് യവന ഭാഷയിൽ. കാരണം അങ്ങനെ എഴുതി പോകാം നമുക്ക്. അപ്പോൾ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് തമ്മിലുള്ള ബന്ധമൊക്കെ അതുപോലെ തന്നെ തർജ്ജമ ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഞാൻ മലയാളം ബൈബിളിനെ കുറ്റം പറയുകയല്ല. ഞാൻ സെമിനാരിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയെക്കുറിച്ചാണ്. എൻ്റെ ഒരു ഹീറോ ആണ്. അതുകൊണ്ട് മലയാളം ബൈബിളൊക്കെ ഉണ്ടായ കഥയൊക്കെ നന്നായിട്ട് അറിയാം. വളരെ പാടുപെട്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നല്ലത്. മലയാളം ബൈബിളിനെ കുറ്റം പറയല്ല, പക്ഷേ ചില സമയത്ത് ഈ വ്യാഖ്യാനിക്കുമ്പോൾ പ്രയാസം വരും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു, പല രീതിയിൽ വായിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. കണ്ടോ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവാണ്. ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, അതല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം. ക്രിസ്തു നിങ്ങളിലിരിക്കുന്നതാണ് മഹത്വത്തിൻ്റെ പ്രത്യാശ. ഒരു നാൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ക്രിസ്തയേശുവിനെ പോലെ മഹത്വീകരിക്കപ്പെടുമെന്നുള്ളതിനുള്ള ഇപ്പോഴുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴേ ക്രിസ്തു നിങ്ങളിലിരുന്ന് നിങ്ങൾ ഓരോ ദിവസവും അവനോട് അനുരൂപരായിക്കൊണ്ടിരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശ എന്താണ്? ഇപ്പോഴേ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അപ്പോൾ കണ്ടോ, ഞാൻ അവനിലിരിക്കുന്നത് നീതീകരണം, അവൻ എന്നിലിരിക്കുന്നത് എൻ്റെ ശുദ്ധീകരണം. അപ്പോൾ ഇവിടെയെല്ലാം ഈ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നത് ആരാണെന്ന് കണ്ടോ? ത്രിയേക ദൈവത്തിലെ 3-ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവ്. ഞാൻ 1-ാമത്തെ ദിവസം പറഞ്ഞു, ഈ ധ്യാനത്തിൽ നമ്മൾ യോഹന്നാൻ 14:6 പഠിക്കുന്നതിനോട് കൂടെ തന്നെ വ്യക്തിപരമായി ത്രിയേക ദൈവത്തിലെ ഓരോ ആളത്വവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും കൂടെ ഒന്ന് ശോധന ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായുള്ള ബന്ധം എങ്ങനെയാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഈ പറഞ്ഞ എല്ലാ തത്വവും ഉപദേശവും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നുണ്ടോ നിങ്ങൾ? ഇന്നലെ ഞാൻ ചോദിച്ചതുപോലെ, നിങ്ങൾ പാപം ചെയ്യുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു തുടങ്ങിയോ? അല്ലേ, സത്യത്തെ നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്തിൽ നിന്ന് സ്വതന്ത്രരാക്കും? പാപം ചെയ്യുന്നതിൽ നിന്ന് സ്വതന്ത്രരാക്കും. അതിൻ്റെ അടുത്ത വാക്യം അല്ലേ, യോഹന്നാൻ 8 എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ പാപം ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. കർത്താവിൻ്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായെന്ന് ചുമ്മാ തത്വമാണോ, ഉപദേശമാണോ, അതോ അനുഭവമാണോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ അങ്ങനെ കാണുന്നുണ്ടോ? അതാണ് നമ്മൾ കാതലായിട്ട് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഉപദേശം പഠിപ്പിക്കാൻ ഞാൻ വരേണ്ട ആവശ്യമില്ല. സൺഡേ സ്കൂളിൽ നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് ഉപദേശമൊക്കെ. ഉപദേശമല്ല, പ്രായോഗിക ജീവിതത്തിലെ നമ്മുടെ നടപ്പെങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ നിറയ്ക്കുന്ന എന്തിനാ? കർത്താവ് എന്നിലിരിക്കുവാൻ, അവൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുവാൻ. അവൻ്റെ ജീവനിൻ്റെ കൂട്ടായ്മ പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ പാപത്തെ അതിജീവിക്കേണ്ടത്. യൗവനക്കാരോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്താൽ പാപത്തെ ഒന്നും അങ്ങനെ അതിജീവിക്കാനൊന്നും പറ്റത്തില്ല. കുറേ അങ്ങ് പ്രാർത്ഥിച്ച് കളയാം, ഉപവസിച്ച് കളയാം, ഒരു കൺവെൻഷന് പോയി കളയാം, 3 ദിവസവും വന്നു. അല്ലല്ല, നമ്മുടെ പ്രവൃത്തിയാലല്ല. നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കഠിന പ്രയത്നം ചെയ്താൽ, ഈ IAS പഠിക്കുന്ന പിള്ളേരെ പോലെ ഒരു 18 മണിക്കൂർ പ്രാർത്ഥിക്കാം, അങ്ങനെയൊന്നും പാപം നീങ്ങത്തില്ല. പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞ യൗവനമോഹങ്ങൾ, പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ. എങ്ങനെ എനിക്ക് പാപത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ? റോമാലേഖനം 8 കണ്ട പോലെ പുത്രൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കണം. പുറമേ നിന്ന് ഇപ്പം നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ടല്ലോ, നമുക്ക് ഈ വർഷം മഴയൊന്നും ലഭിക്കാത്തതുകൊണ്ട് കറണ്ടൊക്കെ പോയി, ഇപ്പം വൈദ്യുതി ക്ഷാമമൊക്കെ ഉള്ളതാണ്, പുറത്തുനിന്ന് കമ്പനിക്ക് ടെൻഡർ കൊടുത്ത് നമ്മൾ KSEB വാങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ശക്തി ഇല്ല. ശക്തി പുറമേന്ന് ലഭിക്കണം. എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ശക്തി, ആ ജീവൻ എനിക്ക് കടമെടുത്താലേ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഉപദേശം പഠിപ്പിക്കാമെന്നതല്ല, അതിനോട് കൂടുതൽ ചോദ്യം ചോദിക്കാമെന്നാണ്. അങ്ങനെ ജീവിക്കുന്നുണ്ടോ നിങ്ങൾ? പാപത്തെ അങ്ങനെയാണോ അതിജീവിക്കുന്നേ?
പലപ്പോഴും സഭകളിൽ, ഇവിടുത്തെ കാര്യമല്ല, പൊതുവേ ഞാൻ കാണുന്നത് ഈ മൊറാലിറ്റി ബേസ്ഡ് ആണ്. അതായത് ചുമ്മാ കുറേ സദാചാര ബോധത്തിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യം ചെയ്യുന്നില്ല. അത് ക്രിസ്തീയ അനുസരണമല്ല. അത് ഏത് മതവിഭാഗം എടുത്താലും അവിടെ കുറച്ച് സദാചാര ബോധമൊക്കെ കാണും. ഇത് ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് ബാഹ്യമായ ഒരു ശുദ്ധീകരണം, അതല്ല ക്രിസ്തീയ അനുസരണത്തിൽ ഉണ്ടാകേണ്ടത്. അത് നല്ല കാര്യം, മര്യാദയ്ക്ക് നടക്കുക എന്ന് പറയും. പെരുമാറ്റമൊക്കെ നന്നാവും. പെരുമാറ്റം മാറ്റുന്നതല്ല. ബാഹ്യമായി നമ്മളെ ഫരീശന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, പുറമെ കാണാൻ കൊള്ളാം, അകത്ത് ശവക്കല്ലറയാണ്. അതുകൊണ്ട് പുറമെ പൗഡറിട്ട് ഭംഗി കൂട്ടുകയല്ല അനുസരണം. അകത്തേ മനുഷ്യൻ, ഇന്നലെ ഞാൻ ചോദിച്ചുള്ളൂ, നിങ്ങളുടെ ചിന്തകളിലും നിങ്ങൾ നിർമ്മലത കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ ഉദ്ദേശം പോലും ശുദ്ധിയുള്ളതായിരിക്കണം. ഉദ്ദേശമൊന്നും ഒരു മനുഷ്യനും കാണാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ആ ആഴത്തിൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ക്രിസ്തയേശുവിലൂടെ സാധ്യമാണ്. അവിടെയാണ് സാധാരണ സദാചാര ബോധമുള്ളവരിൽ നിന്നും ക്രിസ്തു ശിഷ്യന്മാർ ഒരുപടി മേലെ നിന്നുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട, അവരുടെ ജീവിത ശുദ്ധിയോടെ വിളിച്ചു പറയേണ്ട ആ തലത്തിലേക്ക് ദൈവത്തിന് നമ്മെ നയിക്കുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് എന്തിനാണപ്പോൾ? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് യേശുവിനെ പോലെ നടക്കുവാൻ. ഇന്ന് ഇത് പഠിപ്പിക്കാൻ വളരെ പ്രയാസമാണ് ക്രിസ്തീയ സഭകൾ. കാരണം പല ക്രിസ്ത്യാനികൾക്കും ഈ ബോധമേ ഇല്ല, ക്രിസ്തുവിനെ പോലെ നടക്കുവാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന്. അല്ല, ഞാൻ ഒന്നാമത്തെ രാത്രി പറഞ്ഞത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് പലരും വന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ നടക്കണോ? അതൊക്കെ പറ്റുമോ? 1 യോഹന്നാൻ 2-ാം അധ്യായം ഒന്ന് വായിച്ചോളട്ടെ, വളരെ വേഗത്തിൽ. 1 യോഹന്നാൻ 2-ാം അധ്യായം. ഞാൻ പറഞ്ഞ കാര്യമല്ല, ഇത് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, അവനെന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു, നുണ പറയുന്നു, അനുസരണക്കേടിൽ ജീവിക്കുന്നു. എന്നിട്ട് പറയുന്നു എനിക്ക് ദൈവത്തെ അറിയാം, അവൻ കള്ളൻ ആകുന്നു. അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് താഴോട്ട് പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കേട്ടോ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ. നമ്മൾ ഇന്നലെ അതൊക്കെയാണ് കണ്ടത്. കർത്താവിൽ വസിക്കുക, അനുസരണത്തോടെ വസിക്കുക. ഏത് തലം വരെ പോകണം? അവൻ നടന്നതുപോലെ, ക്രിസ്തുവിൻ്റെ മാതൃകയിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അപ്പോൾ ആ മാതൃകയിൽ നടക്കണമെങ്കിൽ എന്തു വേണം? അവൻ്റെ ജീവൻ എന്നിൽ അവൻ പകരണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നൽകുന്നത്? വിശുദ്ധീകരണത്തിന്. ഇന്ന് പല സഭകളിലും, ഇവിടുത്തെ കാര്യമില്ല, പല സഭകളിലും അതൊക്കെ മറന്നുപോയി. പരിശുദ്ധാത്മാവ് വേറെ പല പരിപാടിക്ക് അവർ ഉപയോഗിക്കുന്നത്. വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതാണ് മുഖ്യ വിഷയം. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് എന്ത്? പരിശുദ്ധാത്മാവ്. 1 തെസ്സലോനിയർ 4-ാമത്തെ അധ്യായം. അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കട്ടെ. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ദൈവഹിതം അന്വേഷിച്ച് നടക്കാറുണ്ട്. എന്താണ് ദൈവഹിതം? ഇത് അവിടെ വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദൈവഹിതം? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നിട്ട് അതിനോട് ചേർന്ന് പറഞ്ഞ് ഏത് തരത്തിലുള്ള ശുദ്ധീകരണം, ഇതിവിടെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. പ്രത്യേകിച്ച് യൗവനക്കാരോട് ലൈംഗിക പാപങ്ങൾ വിട്ടുമാറണം. അതാണ് ദൈവഹിതം. ചെറുപ്പക്കാർ പലപ്പോഴും ചേട്ടാ എനിക്ക് ദൈവഹിതം അറിയണം. ഒന്നാമതായിട്ട് ഇത് പഠി.
ഇത് പഠിക്കാതെ മറ്റേ ആരെ കല്യാണം കഴിക്കണം, ഏത് ജോലി ചെയ്യണം, ഈ ജോലിക്ക് പോകണം, ആ ദൈവഹിതമൊക്കെ പിന്നെ പഠിക്കാം. ആദ്യം 10ാം ക്ലാസ് പാസ്സാവും, പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് പോകാം എന്ന് പറഞ്ഞ പോലെ ആദ്യം ഇത് ജനറലായിട്ട് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം ഇതെന്താണ് നിങ്ങളുടെ വിശുദ്ധീകരണം. എന്താ ഈ വിശുദ്ധീകരണം? ഇത് തന്നെ, ദൈവത്തെ അറിയാത്ത ജാതികൾ കാമവികാരത്തിൽ ജീവിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കരുത്. ലൈംഗിക പാപങ്ങളൊക്കെ വിട്ടുമാറി വിശുദ്ധീകരണത്തിൽ ജീവിക്കണം. അപ്പോൾ അതിൻ്റെ താഴെ, അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുകയാണ് 7ാമത്തെ വാക്യം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ ഈ ആജ്ഞ തുച്ഛീകരിക്കുക. ഇതൊന്നും വേണ്ടെന്ന്, പാവം ചെയ്തും പള്ളിയിലൊക്കെ വരാം അല്ലേ? പല യൗവനക്കാരോടും ലൈംഗിക പാപം വിട്ടുമാറണമെന്ന് പറഞ്ഞാൽ ദേ ആർ ആപ്പത്തറ്റിക്. നോക്കാം ചേട്ടാ അല്ലേ? പെരുമ്പാമ്പ് കടിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കുമോ? റെയിൽവേ ട്രാക്കിൽ തല വെച്ച് കിടക്കുന്നുണ്ട്, എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞാൽ നാളെ പോവാൻ ചേട്ടാ. അതാണ് ആപ്പത്തി. ഈ പാവം വിഴുങ്ങിക്കൊണ്ടിരിക്കുക, മൊത്തം തലയും കൂടെ ഇനി പോകാനുള്ളൂ, അടുത്ത പ്രാവശ്യം നോക്കാൻ ചേട്ടാ. അപ്പോൾ തുച്ഛീകരിക്കുകയാണെങ്കിൽ എന്താണ്? ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അപ്പോൾ ലൈംഗിക പാപങ്ങൾ വിട്ടുമാറി വിശുദ്ധീകരണത്തിൽ നടക്കണമെന്ന് പറയുന്ന ദൈവത്തെ നിങ്ങൾ ലഘൂകരിക്കുകയാണ്, തുച്ഛീകരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു വിശുദ്ധീകരണം പറഞ്ഞിട്ടുണ്ട്. ഏത് ദൈവം? പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവം. അപ്പോൾ അവിടെ ഒരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ? എന്താണ്? പരിശുദ്ധാത്മാവിനെ നൽകുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. തൻ്റെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധീകരണത്തിനായിട്ട് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ഇതിനെ ഒരു കൂസലുമില്ലാതെ തുച്ഛീകരിച്ച് നടക്കുകയാണെങ്കിൽ മനുഷ്യനെ അല്ല, ഈ പ്രസംഗകനെ അല്ല, ഇവിടെയുള്ള ശുശ്രൂഷക്കാരെ അല്ല, ദൈവത്തെയാണ് നിങ്ങൾ തുച്ഛീകരിക്കുന്നത്. അത്ര വിലയേറിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. അതറിയാമോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത് എനിക്ക് ഏറ്റവും ആശ്ചര്യം തോന്നിയിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. അതാണ് ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം. അധികാരം പ്രസംഗിച്ച് കേട്ടിട്ടില്ല, പക്ഷേ പഴയ നിയമത്തിൽ ഒരു അനുഗ്രഹമുണ്ട്, അബ്രഹാമിൻ്റെ അനുഗ്രഹം. എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ഈ പ്രസംഗകരെയും, ശരിക്കുള്ള കാര്യം ഇവിടെ വിളിച്ച് പറയാൻ പറ്റത്തില്ല, ഈ അഭിവൃദ്ധിയുടെ സുവിശേഷകന്മാർ, വയറ്റിപ്പഴപ്പ് ശുശ്രൂഷകന്മാർ, ഇതൊക്കെ വളച്ചൊടിച്ച് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണെന്നറിയോ? 10 സെൻറ്റ് സ്ഥലം അല്ലേ? കാനാൻ ദേശം കൊടുത്തില്ലേ? അപ്പം നിങ്ങൾക്കൊരു 10 സെൻറ്റ് സ്ഥലം, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ എന്നൊക്കെ ചിലർ പ്രസംഗിക്കും. എന്നാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം അതൊന്നുമല്ല. പുതിയ നിയമത്തിൽ അത് വചനം കൊണ്ട് തെളിയിച്ചു തരാം, അല്ലാതെ ഇതൊന്നും എൻ്റെ വ്യാഖ്യാനങ്ങളല്ല കേട്ടോ. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം എൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. പഴയ നിയമത്തിൽ നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിൽ അല്ലേ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമുക്കെതിരെ ഉണ്ടായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ, അതായത് അനുസരണക്കേട് കാണിക്കുന്നവർക്കെതിരെ കർത്താവിൻ്റെ നിയമം എന്തൊക്കെ പറഞ്ഞിരുന്നോ അതെല്ലാം ആര് സഹിച്ചു? കർത്താവ് സഹിച്ചു. ക്രൂശിൽ നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. ഓക്കെ, എന്തിനു വേണ്ടിയാണ് മരിച്ചേ? ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനായി. അപ്പോൾ ക്രിസ്തയേശുവിൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതീയരായ നമുക്കും കിട്ടും. പക്ഷേ ബാക്കി വാക്യം കൂടെ വായിക്കണം. എന്തുവായി അബ്രഹാമിൻ്റെ അനുഗ്രഹം? ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ മലയാളം ബൈബിളിൽ ഈ തന്നെ തന്നെ എന്ന് പറഞ്ഞ ഒരുപാട് ട്രാൻസ്ലേഷനുണ്ട്. അത് ഈ ഒരു ഹൈഫൻ ഇടുന്ന പോലെ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരുവാൻ ഹൈഫൻ. എന്തുവാ ഈ അനുഗ്രഹം? പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. നിന്റെ സന്തതിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ ആ വചനത്തിൻ്റെ നിവൃത്തി അതിന് മുന്നേ ഗലാത്യ ലേഖനം 3-ന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. എല്ലാ ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്താ ഈ അനുഗ്രഹം? 10 സെൻറ്റ് സ്ഥലമല്ല, കാനാൻ ദേശമല്ല, റിയൽ എസ്റ്റേറ്റ് അല്ല,
ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെടുന്ന യഹൂദനാകട്ടെ ജാതിയാകട്ടെ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ശാപം പേറി ക്രൂശിൽ മരിച്ചത്. അപ്പോൾ ക്രൂശിൽ മരിച്ചതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് സകല ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെത്ര വിലയേറിയ ദാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ യേശു ക്രൂശിൽ മരിച്ചത് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയണം എന്ന് ആഗ്രഹിച്ചാണ്. അവൻ്റെ ജീവൻ എന്നിൽ വ്യാപരിച്ച് ഞാൻ അവനെ പോലെ നടക്കണം. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് റോമാലേഖനം 8:29 പറയുന്നത് പോലെ ഞാൻ അവനോട് അനുരൂപനായി തീരണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകുവാൻ വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ചെറിയ വിഷയമല്ല, ഒരു ചെറിയ അനുഗ്രഹമല്ല. അതിനെ തുച്ഛീകരിക്കുന്നത് വിലയേറിയ ഒരു പ്രശ്നമാണ്, അല്ലേ? വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിയർ പറഞ്ഞിരിക്കുന്നത്, പാപമൊക്കെ വിട്ടുമാറി വിശുദ്ധീകരണം വേണ്ട, അതിനെ അങ്ങ് തുച്ഛീകരിച്ച് ലഘൂകരിച്ച് മാറ്റി നിർത്തുന്നവർ ഭയപ്പെടുക. നിങ്ങൾ മനുഷ്യരെ അല്ല തുച്ഛീകരിച്ചത്, ദൈവത്തെയാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവത്തെയാണ് നിങ്ങൾ തുച്ഛീകരിച്ചത്. അതുകൊണ്ട് ഇത്രയും വചനത്തിൽ നിന്ന് ചോദിച്ചുകൊള്ളട്ടെ, ആത്മാവിൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ നാം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ വിശുദ്ധീകരണ ജീവിതം എങ്ങനെ പോകുന്നു? അല്ലേ, നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ ഹിതമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണമൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ? ആരോടും പറയാനല്ല, നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ടോ? 10 വർഷം മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്ന പാപത്തിൽ നിന്ന് ശക്തമായ ഒരു വിടുതൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതോ 10 വർഷം മുമ്പും 20 വർഷം മുമ്പും ഞാൻ കള്ളം പറയുമായിരുന്നു, ഇപ്പോഴും നല്ലപോലെ കള്ളം പറയും. ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായത്. പണ്ട് ഇവിടെ തന്നെ ജീവിച്ച ആളായതുകൊണ്ട് ഇത് തോന്നിയില്ല. പക്ഷേ പുറത്തൊരു സംസ്കാരത്തിൽ പോയി, ഞാൻ പറഞ്ഞല്ലോ വെള്ളക്കാരുടെ മാത്രമായിരുന്നു ഞാൻ. തിരിച്ചു വന്നപ്പോൾ എനിക്ക് വളരെ ഷോക്കായിട്ട് തോന്നിയൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യൻ വിശ്വാസികൾക്ക് ഒരു കൂസലുമില്ലാതെ കള്ളം പറയാൻ പറ്റും, ഒരു മനസാക്ഷി കുത്തുമില്ല, അല്ലേ? നമ്മൾ ഇന്നലെ വായിച്ചതുപോലെ പിശാചിൻ്റെ മാതൃഭാഷ കള്ളം. മലയാളി ഏതാണ്ട് അതിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളി വിശ്വാസികൾ, അല്ലേ? സഭയിൽ കള്ളം പറയുന്ന എത്രയോ പേരുണ്ട്, അല്ലേ? നമുക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം. കള്ളം പറയും, കൂട്ടുവിശ്വാസികളോട് കള്ളം പറയും, സഭാ ശുശ്രൂഷകന്മാരോട് കള്ളം പറയും. ഒരുപാട് അനുഭവ കഥകളുണ്ട്, ഇതിപ്പോൾ പറയാൻ സമയമില്ല. കള്ളം, അയ്യോ, കള്ളത്തരം പറയുക. അപ്പോൾ കള്ളം പറയുന്നതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ചു തുടങ്ങിയോ? സ്വാതന്ത്ര്യം പ്രാപിച്ചു തുടങ്ങിയോ? യൗവനക്കാരെ ലൈംഗിക പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം പ്രാപിച്ചു തുടങ്ങിയോ? പൂർണ്ണമായിട്ട് സക്സസ് എത്തിയില്ലേലും പ്രാപിച്ചു തുടങ്ങിയോ? ഇതൊക്കെയാണ് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഞാനുമായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. യേശുക്രിസ്തു ജീവനാണെങ്കിൽ ആ ജീവൻ എനിക്ക് പകരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ അവൻ പകരുമ്പോൾ എനിക്ക് വിശുദ്ധീകരണം സംഭവിക്കണം. ആ തെളിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അതോ പരിശുദ്ധാത്മാവും യേശുവിൻ്റെ ജീവനുമൊക്കെ ഏതോ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേ തത്വങ്ങൾ ആണോ? അത് ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ചിന്തിച്ച എല്ലാ വിഷയങ്ങളും ഞാൻ ഇത് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ഇതൊക്കെ ഉപദേശം മാത്രമാണോ? സഭ വിശ്വസിക്കുന്ന കുറേ ഒരു ഉപദേശ സംഹിതയിൽ നമുക്ക് എഴുതി വെക്കാവുന്നതാണോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നുണ്ടോ? അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ, എൻ്റെ സമയം നീങ്ങുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞു നീങ്ങട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിലുള്ള 3 ലക്ഷണങ്ങൾ, അല്ലെ ഒന്നാമത്തെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞു, ശക്തി, യേശുവിൻ്റെ ശക്തി. ആ ശക്തി എന്ന് പറയുമ്പോൾ 2 കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് ഉയിർപ്പിൻ്റെ ശക്തിയാണ്. യേശുക്രിസ്തുവിനെ മരണപാശങ്ങളിൽ നിന്ന് ഉയർത്തിയ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ എന്നാണ് റോമാലേഖനം 8:11 പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ പുനരുത്ഥാനപ്പെടുന്നതിനെക്കുറിച്ച് മാത്രമല്ല, റോമാലേഖനം 8:12 പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ
നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തിന്? ജഡത്തിൽ ജീവിക്കാതെ അനുസരണത്തിൽ ജീവിക്കുവാൻ. റോമാലേഖനം 8:13 പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനാൽ നാം നമ്മുടെ ശരീരത്തിൻ്റെ ദോഷങ്ങളെ ക്രൂശീകരിക്കുന്നെങ്കിൽ നാം ജീവിക്കും. അപ്പോൾ അവിടെ അനുസരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഉയിർപ്പിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുകയാണെങ്കിൽ. റോമാലേഖനം 8, 11, 12, 13 വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉയിർപ്പിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കുകയാണെങ്കിൽ തെളിഞ്ഞു വരേണ്ടത് എന്താണ്? എനിക്ക് ജഡത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. അതാണ് നമുക്ക് കർത്താവിനോടുള്ള ബാധ്യത. ഈ ശക്തി തന്നിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് ജഡത്തിൽ ഇനി ജീവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ ശക്തിയുടെ അളവ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് ഏത് ശക്തിയാണെന്നറിയാമോ? മരണപാശങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തി. അപ്പോഴാണ് നമ്മുടെ ചില യൗവനക്കാർ വന്നിട്ട് പറയും, ചേട്ടാ ഈ പാപമൊന്നും ജയിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഇത് ഭയങ്കര പാടാ ചേട്ടോ, ഐ എം അഡിക്റ്റഡ്, ഇതൊന്നും അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. മരണത്തിൽ കിടന്ന യേശുവിനെ ഉയർപ്പിക്കാൻ പറ്റുമോ ഈ ശക്തിക്ക്? അത് പറ്റും. 10-20 കൊല്ലമായിട്ട് ഞാൻ ചെയ്തു വരുന്ന ഈ പാവം എനിക്ക് നിർത്താൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഉയർപ്പിക്കാൻ പറ്റും, എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ലെന്ന്. അത് അവിശ്വാസമാണത്. വചനം പറയുന്നത് ഉയർപ്പിക്കാൻ കഴിയുന്ന ശക്തി നമ്മളിൽ വ്യാപരിച്ച് നമുക്ക് പാപത്തെ അതിജീവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് എഫീസ്യ ലേഖനം 1 പൗലോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? അതൊന്ന് എടുക്കാം. എഫീസ്യ ലേഖനം 1, അതിൻ്റെ മലയാളം എനിക്ക് കാണാതെ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഒന്ന് എടുത്ത് വായിക്കാം. എഫീസ്യർ 1 പൗലോസ് പ്രാർത്ഥന, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന, അകത്തെ മനുഷ്യൻ കണ്ണു തുറന്ന് വെളിപ്പാട് നിമിത്തം ചില വസ്തുതകൾ മനസ്സിലാക്കണം. വചനത്തിലെ വസ്തുതകൾ നമ്മൾ കേട്ട് തലച്ചോറിൽ ഗ്രഹിക്കുന്നതും മനസ്സിലാക്കുന്നതിനേക്കാളും അത് നമ്മൾ വെളിപ്പാടിലൂടെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിക്കണം അല്ലേ? അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. 17 മുതലുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതെന്നും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, പിന്നെ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാടുണ്ടാകണം എന്ന് പറഞ്ഞതിലെ 3-ാമത്തെ കാര്യം, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളുടെ ഉള്ളത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ശക്തിയുടെ അളവ് എത്രമാത്രമാണെന്ന് നിങ്ങൾ വെളിപ്പാട് നിമിത്തം മനസ്സിലാക്കണമെന്ന്. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, പിന്നെ ബാക്കി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉയർപ്പിൻ്റെ ശക്തിയാണ് ആ ശക്തിയുടെ അളവ്. ആ അളവറ്റ ശക്തി എത്രയാണ്, അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് നാം വെളിപ്പാടിലൂടെ മനസ്സിലാക്കണമെന്ന് അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. The inestimable greatness of the power of God that is in you, the same power that was made manifest when God raised Christ Jesus from the grave. കണ്ടോ? ക്രിസ്തേശുവിനെ മരണപാശങ്ങളിൽ നിന്ന് ഉയർത്തിയ ശക്തിയുടെ വലിപ്പം അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുക. ആ ശക്തിയുടെ വലിപ്പം വെളിപ്പാടിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ ഈ നേരത്തെ പറഞ്ഞതൊക്കെ മാറത്തുള്ളൂ. ചേട്ടാ അതൊന്നും, ഈ പാപമൊന്നും അതിജീവിക്കാൻ പറ്റത്തില്ല, ലോകം മാറിപ്പോയി, ഭയങ്കര പ്രയാസമായി പോകും. പ്രത്യേകിച്ച് യൗവനക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ലൈംഗിക പാപങ്ങൾ അങ്ങനത്തെയൊക്കെ ചിലർക്ക് ഒരിക്കലും മാറത്തില്ല ചേട്ടാ. മാറും. മരണപാശങ്ങളിൽ നിന്ന് കർത്താവിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് നിങ്ങളുടെ ഉള്ളത്തിൽ വെച്ചിരിക്കുന്നത്. ആ ശക്തിയെക്കുറിച്ചൊരു വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് സമയം നീങ്ങുന്നു, വളരെ വേഗത്തിൽ പോട്ടെ. 1-ാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ വെളിപ്പെട്ടു വരുന്ന വിഷയമാണ് ജീവൻ അല്ലെങ്കിൽ ശക്തി. പാപത്തെ അതിജീവിച്ച് ജീവിക്കുവാൻ കഴിയും. വളരെ വേഗത്തിൽ റോമാലേഖനം 5:5 ഒന്ന് വായിച്ചുകൊള്ളട്ടെ. റോമാലേഖനം 5:5 പറഞ്ഞിരിക്കുകയാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പകർന്നപ്പോൾ എന്തു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഈ കഴിഞ്ഞ 2 രാത്രി നമ്മൾ
ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒന്നാമത്തെ രാത്രി നമ്മൾ എന്ത് പഠിച്ചു? പിതാവ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ താൻ സ്നേഹിച്ചതുപോലെ നമ്മെ സ്നേഹിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടു, പുത്രനായ യേശു ക്രിസ്തു നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു, പിതാവിനാൽ താൻ സ്നേഹിക്കപ്പെടുന്ന അതേ അളവിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഈ ദൈവസ്നേഹം നിത്യമായിട്ട് ത്രിയേക ദൈവം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ കൂട്ടായ്മയും സ്നേഹവും എന്തു ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകരുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ആ രണ്ട് പടിപടിയായി നമ്മൾ പഠിച്ച സത്യത്തിൻ്റെ മൂന്നാമത്തെ പടിയാണ് ഈ സ്നേഹം എങ്ങനെ അനുഭവിക്കാം. പിതാവ് പുത്രനെ പോലെ എന്നെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനാൽ സ്നേഹിക്കുന്ന പോലെ പുത്രൻ എന്നെ സ്നേഹിക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമല്ല, ഇത് അനുഭവിക്കണം. അത് അനുഭവിക്കുന്നത് എങ്ങനെയാ? അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവസ്നേഹം നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ഇത് അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹം രുചിച്ചറിഞ്ഞൊരു വ്യക്തിയായിരിക്കും. അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ കാട് കയറി പോവാണോ? കാട് കയറി പോവാണോ? അതിനും ഉത്തരവില്ല. എല്ലാവരും ഇവിടെ ഉണ്ടോ അതോ സ്വർഗത്തിലെത്തിയോ? പരിശുദ്ധാത്മാവിനാൽ നാം ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നവരായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദി എവിഡൻസ് that the Holy Spirit is in me? Greater assurance of God's love. ദൈവസ്നേഹത്തെക്കുറിച്ച് ഉറപ്പുള്ളൊരു വ്യക്തിയായിരിക്കും. കാരണം രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ കേട്ടറിവല്ല. രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. അനുഭവത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ ഈ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. എനിക്ക് എൻ്റെ ഉള്ളിൽ, എൻ്റെ അകത്തെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായി പറയുന്നത്. അല്ലാതെ തത്വവും ജ്ഞാനവും ഉപദേശവും ഒന്നും അല്ല. ഇത് ഞാൻ എൻ്റെ അനുഭവമായി പറഞ്ഞിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ഒരാൾക്ക് പറയാൻ കഴിയും. ഇത് തന്നെയാണ് നമ്മൾ മത്തായി 3 കർത്താവിൻ്റെ സ്നാന ശുശ്രൂഷയിൽ കാണുന്നത്. അല്ലേ? കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് ഇറങ്ങി അവൻ്റെ മേൽ വന്നു. അപ്പോൾ തന്നെ പിതാവ് എന്ത് പറഞ്ഞു? ഇതെൻ്റെ പ്രിയപുത്രൻ. There was a pronouncement of God's love. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ എന്തായിരിക്കും ലക്ഷണം? ദൈവസ്നേഹത്തെക്കുറിച്ച് നല്ല ഉറപ്പ്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായി നിങ്ങളുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടോ? അതായത് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നു, ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു എന്നല്ല, എന്നെ സ്നേഹിക്കുന്നു. ഈ അക്രൈസ്തവ പാരമ്പര്യത്തിൽ രക്ഷിക്കപ്പെട്ട ഈ എന്നെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളും പറഞ്ഞു, നെഞ്ചത്ത് കൈവച്ച് പറയണം, ഈ എന്നെ. നേരത്തെ പറഞ്ഞ പോലെ പിതാവ് പുത്രനെ, ഇതൊക്കെ സ്വന്തമായിട്ട് പറയാൻ പറ്റണം. അല്ലാതെ ഏതോ ഒരു ബ്രദർ വന്ന് പ്രസംഗിച്ചു കൊള്ളാം, അല്ലല്ല. നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഒരു വിശ്വാസമൊക്കെ ഉണ്ടല്ല, ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പ്. അല്ലേ? സ്നാന ശുശ്രൂഷ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന യേശുവിനോട് ചോദിക്കുകയാണ്, ഉറപ്പുണ്ടോ പിതാവ് സ്നേഹിക്കുന്നുണ്ടെന്ന്? അതാണ് മരുഭൂമിയിലെ പരീക്ഷ. നമ്മുടെ പിശാച് വന്നിട്ട് പലതും ചെയ്യാൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്, അതിൽ കിടക്കുന്നില്ല. പക്ഷേ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറയും, ഇപ്പോൾ ആ കുളക്കരയിൽ ഞാൻ അനുഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലേ? അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതോ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും മാറുമോ? ഈ ചില ചെറുപ്പക്കാർ കണ്ടിട്ടില്ലേ, ഈ ചില കാർട്ടൂണിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പൂവിൻ്റെ ഇതളിങ്ങനെ അരച്ചുകൊണ്ടിരിക്കും. ഷീ ലവ്സ് മീ, ഷീ ലവ്സ് മീ നോട്ട്, ഷീ ലവ്സ് മീ, ഷീ ലവ്സ് മീ നോട്ട് എന്ന് പറയുന്നല്ലേ. നല്ലത് സംഭവിക്കുമ്പോൾ ദൈവം എന്നോട് സ്നേഹിക്കുന്നുണ്ട്, ഇച്ചിരി കഷ്ടത വന്നപ്പോൾ ദൈവത്തിന് അങ്ങനെ സ്നേഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ മാറി മറിയുകയാണോ? അതോ സാഹചര്യങ്ങൾക്ക് അതീതമായിട്ട് എനിക്ക് ദൈവസ്നേഹത്തിൽ ഉറപ്പുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സാഹചര്യം എങ്ങനെ വേണേ പോകട്ടെ, കർത്താവിന് സംഭവിച്ച പോലെ ദൈവം എന്നെ ഒരു ക്രൂശിൽ ഏൽപ്പിക്കട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവിശ്വസിക്കുകയില്ല, എനിക്കൊരു സംശയവുമില്ല, ഒരു സന്ദേഹവുമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് ഇത്രയും വർഷമായി, 21 വർഷമായി, എനിക്ക് ഇന്നേ വരെ വിശ്വാസത്തെക്കുറിച്ച് ഒരു സന്ദേഹവും വന്നിട്ടില്ല. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ശുശ്രൂഷയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് യൗവനക്കാരെ കാണാറുണ്ട്. അവർക്ക് ഈ ഇൻ്റലക്ച്വൽ ഡൗട്ട്സും അപ്പോളജറ്റിക്കൽ ഇഷ്യൂസും ഇങ്ങനെ കുറേ ഫിലോസോഫിക്കൽ കാര്യമാണ്. എനിക്ക് എന്തുകൊണ്ടോ രക്ഷിക്കപ്പെട്ടിട്ട് ഇന്ന് വരെ എനിക്ക് ഒരു ഡൗട്ടും തോന്നിയിട്ടില്ല. ഒരു നാസ്തികത്വമാകട്ടെ നിരീശ്വരവാദമാകട്ടെ, ഇതൊന്നും എന്നെ ഒരിക്കൽ പോലും അഫക്റ്റ് ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും.
കാരണം എന്നോട് ഒരാൾ വന്ന് സുവിശേഷം പറഞ്ഞ് ഉപദേശിച്ച് സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി അങ്ങനല്ല, എനിക്ക് മൊത്തം അനുഭവ ബേസിസിലാണ്. അപ്പം ഞാൻ അനുഭവിച്ച ദൈവം ഇല്ലെന്നൊരുത്തം പറഞ്ഞുകൊണ്ട് വന്നാലേ എനിക്ക് ചിരിയാണ് വരുന്നേ, അല്ലേ? ഇപ്പം ഞാൻ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാം, അയ്യോ ബ്രദറിന് ഫാദർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയ്യോ അങ്ങനെ ഒരാളില്ല, ആക്ച്വലി നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെന്തോ ഈ ഹലൂസിനേഷൻ ആണെന്ന് പറയും. നിങ്ങൾ പറയും, നീ ആദ്യം പോയി ഉളംപാറയിൽ പോയി ഒരു ഡോക്ടറെ കാണുമെന്ന് പറയും. നിനക്കാണ് ഹലൂസിനേഷൻ. എൻ്റെ അപ്പനില്ലെന്ന് നീ പറയുന്നെങ്കിൽ നിനക്കാണ് ഹലൂസിനേഷൻ. എൻ്റെ അപ്പനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അപ്പൻ്റെ കൂടെ ഇപ്പോൾ ഇരുന്നിട്ട് വന്നതാ, അപ്പൻ്റെ കൈ പിടിച്ചിട്ട് വന്നതാ, അപ്പനോട് ആഹാരം കഴിച്ചിട്ട് വന്നതാ, അപ്പനോട് മിണ്ടിയിട്ട് വന്നതാ. ഈ ഇത്രയും വർഷമായിട്ട് ഞാൻ അപ്പനുമായിട്ട് കൂടി ഇരുന്നിട്ട് നീ വന്ന് പറയാം എനിക്ക് അപ്പനില്ലെന്ന് എന്ന് പറയുന്നത് പോലെയാണ് നാസ്തികൻ്റെയും ഏത്തിയസത്തിൻ്റെയൊക്കെ കാര്യം ദൈവമക്കളെ സംഭവിച്ച്. ഞാൻ രാവിലെ തോറും എന്നും പ്രഭാതത്തിൽ കണ്ടുമുട്ടുകയും സമയം ചെലവഴിക്കുകയും എൻ്റെ ജീവിതം ഇത്രത്തോളം നയിക്കുകയും ചെയ്യുന്ന ദൈവം ഇല്ലെന്നോ? വേറെ ജോലി നോക്കേ, കണ്ടില്ലേ? അപ്പോൾ അത് ഈ ഉറപ്പാണ്, അത് എൻ്റെ മിടുക്കല്ല. എനിക്ക് ഈ ഇൻ്റലക്ച്വൽ കാര്യത്തിൽ അത്ര മിടുക്കില്ല, പ്രത്യേകിച്ച് ഈ ഫിലോസോഫിക്കൽ മിടുക്കില്ല. അതുകൊണ്ടല്ല, ബന്ധം. അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ വ്യക്തിപരമായി അനുഭവിക്കുന്നവർക്ക് ഈ ഉറപ്പുണ്ട്. അത് ആരുമായിക്കൊള്ളട്ടെ, ദൈവമക്കൾക്ക് ഈ ഉറപ്പുണ്ട്. ഇനി വളരെ വേഗത്തിൽ മൂന്നാമതായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ, വ്യക്തിപരമായി നമ്മോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് കാണുന്ന തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 1:8 നമുക്ക് വായിക്കാം, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം വേണ്ട, എടുത്ത് വായിക്കുന്നില്ല. സാക്ഷിയാകുവാനുള്ള ശക്തി ലഭിക്കും. പല യൗവനക്കാർക്കും അവരുടെ കോളേജൊക്കെ വിടാം, അവരുടെ ക്ലാസ്സും വിടാം, അവരുടെ കൂട്ടത്തിൽ നടക്കുന്ന തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ആളോട് പോലും ചില സമയത്ത് കർത്താവിനെക്കുറിച്ച് സാക്ഷീകരിക്കാൻ ഒരു ഭയം, അല്ലേ? സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭയമൊക്കെ വരും, പേടി വരും, അല്ലേ? നമ്മൾ അപ്പോസ്തലനായ പത്രോസിൻ്റെ കാര്യം എടുക്കാം. പത്രോസ്, അല്ലേ, ഒരു പെൺകുട്ടിയുടെ മുന്നിൽ തന്നെ കർത്താവിനെയൊക്കെ തള്ളിപ്പറഞ്ഞു, അല്ലേ? പ്രാഗി, അല്ലേ? കർത്താവ് പത്രോസ് വീണുപോയി. പക്ഷേ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവൊക്കെ ലഭിച്ചു കഴിഞ്ഞ് ആൾ മാറി. 11 പേര് എഴുന്നേറ്റ് നിന്നപ്പോൾ താൻ ഏറ്റവും മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് യേശുവിനെ സാക്ഷ്യപ്പെടുത്തിച്ചു. ഇതൊരു 2-3 അല്ല ഒരു 10-40 ദിവസം മുമ്പ് എന്തോ അപ്പം പുള്ളിക്ക് ഭയങ്കര പേടിയും ഭയവും ഒക്കെ ആയിരുന്നല്ലോ, ആളെ പേടി, അല്ലേ? ആളാകെ മാറി. കർത്താവിനെ ഭയമില്ലാതെ ധൈര്യത്തോടെ സാക്ഷീകരിക്കുവാൻ എവിടുന്നോ ഒരു ശക്തി കിട്ടി. അതാണ് കർത്താവ് തന്നെ അപ്പോസ്തല പ്രവൃത്തി 1:8 പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കാൻ, നിങ്ങൾക്ക് സാക്ഷികളാകുവാനുള്ള ശക്തി ഉയരത്തിൽ നിന്ന് ഞാൻ നൽകും. അതെന്താ? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മൂന്നാമത്തെ തെളിവ്? സാക്ഷീകരിക്കുവാൻ, കർത്താവിനെ ഏറ്റുപറയുവാൻ, സുവിശേഷം അറിയിക്കുവാൻ ഒരു ഭയവും കാണത്തില്ല, ധൈര്യം ചോർന്നൊന്നും പോകത്തില്ല. ഞാൻ ഇത് വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യകാലത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ രഹസ്യ വിശ്വാസിയായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ കാരണം. എനിക്കങ്ങനെ എല്ലാ ഞായറാഴ്ചയും അങ്ങനെ നെളിഞ്ഞു നിന്ന് സഭയിലൊന്നും പോകാൻ പറ്റത്തില്ല. ആദ്യകാലങ്ങളൊക്കെ ഒളിച്ചും പാത്തും ഒക്കെയാണ് സഭയിൽ പോയിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും ഒരു കൂട്ടായ്മയുണ്ട് ഓടിപ്പോവാൻ. അപ്പോൾ ഈ നമ്മളിങ്ങനെ പാത്തും പതുങ്ങിയും ആ ഒരു ക്രിസ്ത്യാനിത്വം ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ആരോടും അങ്ങനെ പറയണ്ട, നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സുവിശേഷീകരണത്തിനൊക്കെ അവസരം വരുമ്പോൾ നമ്മളിങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ ഒരു മടി, ഒരു നാണം എന്നൊക്കെ പറയാം. മാത്രമല്ല ഞാൻ അങ്ങനെ പ്രസംഗനൊന്നും അല്ലായിരുന്നു, ഞാൻ ഒരു നാണം കുണിങ്ങയായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാനൊക്കെ ഒരു മടി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈ വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം ശക്തി തന്നു തുടങ്ങി. അങ്ങനെ കോളേജിൽ EU മീറ്റിംഗ് ഒക്കെ നടത്താനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ആദ്യമായിട്ട് സുവിശേഷീകരണത്തിന് വേണ്ടി ഇവിടെ നമ്മുടെ മ്യൂസിയത്തിൽ ഒരിക്കൽ കുറച്ച് സഹോദരങ്ങളായിട്ട് പോയി. ഞാൻ ആദ്യം ചെന്ന് ട്രാക്റ്റ് കൊടുത്ത വ്യക്തി സുവിശേഷ വിരോധിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അക്രൈസ്തവനെന്നല്ല, സുവിശേഷകന്മാരെയൊക്കെ എടുത്തിട്ട് ഇടിക്കുന്ന ഒരാളായിരുന്നു. അത് 1-2 ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല ഭീഷണി. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ അടികൊള്ളാൻ റെഡി.
അടിയൊന്നും കിട്ടിയില്ല. അന്ന് എനിക്കൊരു പാഠം മനസ്സിലായി, ഈ അടിയൊന്നും അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല കേട്ടോ. അടിയൊക്കെ പ്രതിഫലമോ, അതൊക്കെ ഇച്ചിരി കൂടിയവർക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് അടി കിട്ടിയപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഓ സഹിക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയല്ലോ എന്ന്. അല്ലാതെ ചുമ്മാ അങ്ങോട്ട് പോയാൽ ഒന്നും അടിയൊന്നും കിട്ടത്തില്ല കർത്താവിന് വേണ്ടി. അതൊക്കെ അതിനൊക്കെ പ്രൊമോഷൻ വെച്ചിട്ടുണ്ട്, അതൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കൊടുത്തു, എനിക്കൊരു ഭയവും വന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. കൊടുത്തു. അന്ന് അടിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ പരസ്യയോഗങ്ങളിൽ പോയി ഈ റോഡിൻ്റെ വരികത്തൊക്കെ നിന്ന് ഈ അമേരിക്കൻ തിരിച്ചു വന്നപ്പോഴും ഞാൻ ചെയ്തായിരുന്നു. ഒരു ഭയവും തോന്നാതെ സുവിശേഷീകരിക്കാൻ, വിളിച്ചു കൂവി പറയുവാൻ. ഇതെല്ലാം എൻ്റെ മിടുക്കല്ല. ഞാൻ സ്വമേധ ഇതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഇങ്ങനെ ഈ പ്രസംഗിക്കുന്നത് പോലും, ഈ നിൽക്കുന്നത് പോലും എൻ്റെ സ്വന്തം ഇഷ്ടത്തിലല്ല. അങ്ങനെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഐ ലൈക്ക് ടു ഒരു റൂം തന്നാൽ അതിനകത്ത് ഒതുങ്ങി അങ്ങ് ഇരുന്നോളാം. ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി, ക്രിസ്തു എന്ന് പറയുമ്പോൾ ശക്തിയൊക്കെ വരും. വചനം പ്രസ്താവിക്കണമെന്ന് പറയുമ്പോൾ എവിടെ നിന്നോ ഒരു ശക്തി. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് സാക്ഷിയാകുവാൻ. അത് പ്രസംഗിക്കുക മാത്രമല്ല, സാക്ഷികളായി ജീവിക്കുവാൻ. ഇന്നലെ നെൽസൺ അച്ഛൻ പറഞ്ഞ പോലെ സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശക്തി പരിശുദ്ധാത്മാവ് നൽകും. നമ്മുടെ ജീവിതം തന്നെ കർത്താവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ സമയം കടന്നുപോയി. 3 കാര്യങ്ങൾ എന്താ കണ്ടേ? യേശുക്രിസ്തു ജീവനാണെങ്കിൽ ആ ജീവൻ നമ്മളിൽ വ്യാപരിക്കുവാൻ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പാപത്തെ അതിജീവിക്കുവാനുള്ള ശക്തി നമുക്ക് കാണും, വിശുദ്ധീകരണത്തിൽ നടക്കാം. രണ്ടാമതായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് അടിയുറച്ച വിശ്വാസം, അനുഭവ വെളിച്ചത്തിൽ വിശ്വാസം, ഉറപ്പ്, അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, അഷ്വറൻസ് ഓഫ് ഗോഡ്സ് ലവ്. മൂന്നാമതായിട്ട് ഒരു സാക്ഷിയായിട്ട് ജീവിക്കുവാൻ വേണ്ട ശക്തി. മാനുഷിക ഭയമൊക്കെ തള്ളിക്കളഞ്ഞ് നമ്മുടെ സ്വമേധ ഉള്ള എല്ലാ മടിയും അലസതയും ഭയവും എല്ലാം മാറ്റിവെച്ച് സാക്ഷിയാകുവാൻ, പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതുപോലെ സാക്ഷിയാകുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശോധന ചെയ്യുക. നിങ്ങൾക്ക് വ്യക്തിപരമായി പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ ഈ 3 ദിവസത്തെ ശുശ്രൂഷയും ഇന്ന് അവസാനിക്കുന്നതായതുകൊണ്ട് എല്ലാ മെസ്സേജും കൂടെ ചേർത്തുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം വെറുതെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, പ്രത്യേകിച്ച് യൗവനക്കാർ, നിങ്ങൾ ചിന്തിക്കുക. പിതാവിനെ വ്യക്തിപരമായി അറിയാമോ? അറിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. അവൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ അടിയുറച്ച്, നിങ്ങൾ ലോകത്തിൻ്റെ മാനദണ്ഡത്തിലായിരിക്കത്തില്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുന്നത്. പുത്രൻ്റെ സ്നേഹം രുചിച്ചറിയുന്നുണ്ടോ? അവൻ്റെ സ്നേഹത്തിൽ അനുസരണത്തിലൂടെ വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? പാപത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തെക്കുറിച്ച് അടിയുറച്ച വിശ്വാസമുണ്ടോ? സാക്ഷിയായിരിക്കുവാൻ നമ്മുടെ സ്വമേധയുള്ള ഭയവും ഭീതിയും എല്ലാം മാറ്റി ധൈര്യം പകരുന്ന കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്നുണ്ടോ? ത്രിയേക ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വൽ നോളജ് അല്ല, വ്യക്തിപരമായുള്ള ബന്ധത്തിലൂടെയുള്ള അറിവും പരിജ്ഞാനത്തിലും നിങ്ങളേവരെയും ദൈവം വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു നിർത്തുമ്പോൾ 1-2 കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എഫീസ്യലേഖനം 5:18 പറഞ്ഞിരിക്കുന്നത്, നാം നിരന്തരമായിട്ട് ആത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം, ആത്മനിറവ് അനുഭവിക്കുന്നവരായിരിക്കണം ദൈവജനം. അതിനോട് ചേർന്ന് നമ്മൾ ഓരോ ദിവസത്തെയും രാത്രിയിലത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് വാഗ്ദത്തങ്ങൾ വായിച്ചുകൊണ്ടാണ്, അല്ലേ? 1-ാമത്തെ ദിവസം യോഹന്നാൻ 17:26 വായിച്ചു. കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയാണ്, ഞാൻ ഇനിയും പിതാവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും, കാരണം അങ്ങനെ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഇരിക്കും. 2-ാമത്തെ ദിവസം നമ്മൾ യോഹന്നാൻ 14:21 വായിച്ചു, അല്ലേ? എന്നെ അനുസരിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും, എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ തെളിവെന്തോ, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും, പുത്രനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. 3-ാം ദിവസം ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന 2 വാക്യങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 നമുക്കറിയാം, ദോഷികളായ നിങ്ങൾക്ക് നല്ല ദാനം നൽകുവാൻ അറിയാമെങ്കിൽ, അല്ലേ, പിതാവായ ദൈവം ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, എനിക്ക് വിശുദ്ധീകരണം വേണം, എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവും ഉറപ്പും വേണം, എനിക്ക് സാക്ഷിയാകാൻ. എൻ്റെ കോളേജിലൊക്കെ ഞാൻ പോയി ഭയപ്പെട്ടിരിക്കുക, വിശ്വാസിയാണെന്ന് പോലും പലരോടും പറഞ്ഞിട്ട് പോലുമില്ല. അവരോടൊക്കെ മുന്നിൽ പല നാസ്തികന്മാർ കാണും, തത്വചിന്തകന്മാർ കാണും, വലിയ അതൊക്കെ കാണുമ്പോൾ അവരുടെ മുന്നിൽ ക്രിസ്തുവിൻ്റെ പടയാളിയാണെന്ന് വളരെ ധൈര്യത്തോടെ പറയണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ഈ വാക്യം ഏറ്റെടുക്കുക. പിതാവ് പറയുകയാണ്, അല്ലെ ക്രിസ്തു പറയുകയാണ്, പിതാവ് ചോദിക്കുന്നവർക്ക് എത്രയധികം
പരിശുദ്ധാത്മാവിനെ നൽകും. അതിനോട് ചേർത്ത് യോഹന്നാൻ 3:34 സ്നാപയോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ യേശുക്രിസ്തു ആത്മാവിനെ അളവില്ലാതെ നൽകുന്നല്ലോ. അല്ലേ? സ്നാപയോഹന്നാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നെക്കാളും വലിയവനാണ്, അവൻ്റെ മഹത്വം എന്താണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം നൽകുന്നവൻ ദാ വരുന്നു. അവനെക്കുറിച്ച് യോഹന്നാൻ 3:34 സ്നാപയോഹൻ പറയാണ്, അവൻ അളവില്ലാതെ നൽകുന്നല്ലോ. ഈ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ കേട്ട വസ്തുതകളിലുള്ള മാനസാന്തരത്തോടുകൂടുള്ള വിശ്വാസം അർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട്, കാരണം എൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് കൊണ്ട് ഈ 3 ദിവസവും ഇവിടെ വന്ന് ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരമൊരുക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോടൊപ്പം ചേർന്ന് ഈ സഭയിലെ പ്രത്യേകിച്ച് ഈ യൗവന കൂട്ടായ്മ CEYF നേതാക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടും നേതാക്കന്മാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ 3 ദിവസവും വന്ന് സംബന്ധിച്ച് എന്നെപ്പോലുള്ള ആൾക്കാർ പ്രസംഗിക്കുന്ന ഇങ്ങനെ കേട്ടിരിക്കുന്ന അച്ഛന്മാർക്കും നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൂടെ, എൻ്റെ പൊതുവെയുള്ള ശുശ്രൂഷ, ഞാൻ ഈ വളരെ ഗ്രാമീണ പ്രദേശ പാവപ്പെട്ട സഭകളിലാണ് പോകുന്നത്. പരമ്പരാഗത സഭകൾക്കകത്ത് എനിക്ക് പ്രസക്തിയില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ സഭകളിൽ അങ്ങനെ ശുശ്രൂഷ ചെയ്യാറില്ല. ആ അറിവില്ലായ്മ നിമിത്തം ഈ 3 ദിവസം ഞാൻ വല്ലതുമൊക്കെ പറഞ്ഞു കാണും, ചെയ്ത് കാണും, നിങ്ങൾക്ക് ചേർന്ന് പോകുന്ന രീതിയിൽ ചെയ്തിട്ടില്ലായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഒരു ദുഃഖമോ പ്രയാസമോ ഉണ്ടായെങ്കിൽ ദയവായി തന്നെ ക്ഷമിക്കണമേ. ഞാൻ ഈ 3 ദിവസവും വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മധ്യത്തിലിരുന്നു. പഴയകാല അപ്പച്ചന്മാരുടെ പാട്ടൊക്കെ ഇവിടെ പാടി, എനിക്കത് വളരെ സന്തോഷമായി. ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ 3 ദിവസവും ശുശ്രൂഷിച്ചത്. എല്ലാ സഭകളിലും പോകുമ്പോൾ തോന്നുന്ന ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രതീതി തന്നെയാണ് എനിക്കിവിടെ തോന്നിയത്. അതുകൊണ്ട് അതിനെല്ലാം എനിക്ക് നൽകിയ സ്വീകരണത്തിനും സ്നേഹത്തിനും എല്ലാ കരുതലിനും ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും സംസാരിച്ചവരൊക്കെ വളരെ കാര്യത്തോടെ ഈ സഭയിൽ പണ്ട് മുതലേ ജനിച്ചു വളർന്ന ഒരാളോട് പെരുമാറുന്ന പോലെയാണ് നിങ്ങൾ എന്നോട് പെരുമാറിയത്. അതിനൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് ലഭിക്കുവാൻ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കുവാൻ ക്രിസ്തയേശു ശാപം പേറി ക്രൂശിൽ മരിച്ചു എന്ന് ഞങ്ങൾ വായിച്ചു കർത്താവേ. അതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഇത്രത്തോളം വില കൊടുത്ത് നമുക്ക് ഈ ദാനം നൽകുവാൻ നീ മുതിർന്നല്ലോ കർത്താവേ. അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ അയോഗ്യരാണ് കർത്താവേ. പരിശുദ്ധാത്മാവ് എത്ര വലിയ ദാനമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഈ വചനം കേട്ട സകലരും, അടിയനുൾപ്പെടെ സകലരും ഈ ദാനത്തെ തുച്ഛീകരിക്കാതെ ഇതെന്ത് ഉദ്ദേശത്തോടെ നീ നൽകിയോ അത് പൂർത്തീകരിക്കുവാൻ, വിശേഷാൽ ഞങ്ങളുടെ ശുദ്ധീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുവാൻ, ആത്മാവിൻ്റെ കൂട്ടായ്മയും കരുതലിലും നടക്കുവാൻ നാം ഏവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 രാത്രികളിലും നീ കേൾപ്പിച്ച വചനം ആഴത്തിൽ കർത്താവേ സഭയിൽ പ്രത്യേകിച്ച് യൗവനക്കാർക്ക് ഒരു സഹായമായിട്ടിരിക്കണമേ. എല്ലാവരും വ്യക്തിപരമായി നിന്നെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വാസികളായിട്ടുള്ളവർ, ഈ വചനം കേട്ടവർ വിശ്വാസത്തിലും നീയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലും വളരുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷയെ സഹായിച്ചതിന് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. സകല മാനവും മഹത്വവും നിനക്ക് തന്നെ കരയേറ്റുന്നു. സകല പ്രാർത്ഥനയും യേശു മശിഹായുടെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. സമാധാനത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ ഈ ദിനങ്ങളിൽ കേട്ടതുപോലെ ത്രിയേക ദൈവം പകരുന്നതായ കരുതലിലും ശക്തിയിലും ബഹുദൂരം സന്തോഷത്തോടുകൂടെ സഞ്ചരിക്കുവാൻ അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.